നന്നാകാൻ വേണ്ടിയിട്ട് എടുത്തേക്ക് ഇവിടെ ദുനിയാക്കപ്പോക്കാരനല്ലല്ലോ, അതിനകത്തൊന്നുമില്ല. കാരണം എങ്ങനെയാലും റിസ്ക് തരാൻ റബ്ബ് കണക്കാക്കിയില്ല, റിസ്ക് എന്തായാലും കിട്ടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ യാത്ര എത്തിയിട്ടുള്ളത് ചരിത്രമുറങ്ങുന്ന മഹാന്മാരുടെ അരികിലാണ്, അതായത് മന്ന മക്കാമിന്റെ അരികിലാണ്. എല്ലാവർക്കും സുപരിചിതമാണ് ഈ മക്കാം, ഈ ദർഗ. നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ വന്ന ആളാണ് ഹക്കീം ദാവൂദ് വലിയ ഉമ്മാന്റെ കാലത്തുള്ള ആളാണ്. പഴയ കാലത്തൊക്കെ ഇവിടെയൊക്കെ ഈ കിണറിൽ പാവങ്ങൾക്ക് കല്യാണ സമയങ്ങളിലൊക്കെ സ്വർണം ആവശ്യമായിട്ട് അവർക്ക് കല്യാണത്തിൻ്റെ വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ കിണറിൽ പാളൻ്റെ തൊട്ടി, അതായത് കെങ്ങിൻ്റെ ഈ പാള ഉണ്ടല്ലോ, അതിൻ്റെ അവിടെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ കിണറിൽ ഇറക്കി വെച്ചാൽ അവർ ആവശ്യത്തിന് സ്വർണം കിട്ടും. ആവശ്യമാണ് അങ്ങനെ കുറഞ്ഞ കാലങ്ങൾക്ക് മുമ്പിൽ ഇവർക്ക് അത് സംഭവിച്ച ഒന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ അതിൽ നിന്ന് എന്ത് ചെയ്തു, ഏതോ ഒരാൾ അതിൽ എന്ത് കൃത്രിമം കാണിച്ചു, അതെടുത്തു വേറെ ഏതോ സാധനം വെച്ചു. അപ്പം എല്ലാം പിന്നെ അതോടുകൂടി അവർ റദ്ദായി. അവരെടുത്ത സാധനം അത് പിന്നെ ഇത് ക്രിക്കറ്റേൽ മാറി. അങ്ങനെയില്ല, പഴയ കാലത്തുള്ള വലിയ ഇതിന്റെ ആളാണ്. ഒരുപാട് കാലമായി ഇവിടെ തന്നെ. ധാരാളം വർഷങ്ങൾക്ക് ഹക്കീം ദാവൂദ് വലിയ ഉമ്മാന്റെ കാലഘട്ടത്തിലുള്ള മഹാനാണെന്ന് ബലമായ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾക്കും വ്യക്തമായ രേഖകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇങ്ങനെ കേൾക്കുന്നു. ഏത് ഇത്തരം കാര്യങ്ങൾ ധാരാളം ആയിരിക്കും. ഇവിടെ ഒന്നിനെ കേരള, തമിഴ്നാട്, കർണാടക ഒരുപാട് സംസ്ഥാനങ്ങളുടെ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട് ഈ സ്ഥലത്തിലേക്ക്. എല്ലാവർക്കും അതിന്റെ അനുഭവഫലങ്ങളുണ്ട്. വന്നവർക്കെല്ലാം വളരെ സന്തോഷകരമാണ്, സമാധാനമാണ്. അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നുണ്ട്. ധാരാളം സാധനങ്ങളൊക്കെ ഇവിടെ പിന്നെ ഹദിയായിട്ട് വരുന്നുണ്ട്. ഓരോരാളുടെ ആ ഉദ്ദേശങ്ങൾ വെച്ച് അവര് നിയത്താക്കിയ സാധനങ്ങൾ, അവരുടെ മുറാദുകൾ ഹാസിലായതിനു ശേഷം ഭക്ഷണ സാധനങ്ങൾ ധാരാളം കൂടെ വരുന്നുണ്ട്. ഒരുപാട് ദൂരെ നിന്ന് ദിക്കുകളിൽ നിന്ന് ആൾക്കാർ തമിഴ്നാട്ടിൽ ചെന്നൈയിൽ നിന്ന് മുതൽ കോയമ്പത്തൂരിൽ നിന്ന് വരെയൊക്കെ ഇവിടുത്തെ കിണറിലെ വെള്ളം ടാങ്കിയിൽ എടുത്തിട്ട് കൊണ്ടുപോകുന്ന ഞാൻ കാണുന്നു. കാരണം അവർക്ക് അതിന്റെ ഫലങ്ങളില്ല. എന്റെ വലിയ കോയമ്പത്തൂര്, ചെന്നൈ മുതൽ എന്റെ പല സ്ഥലം ഇവിടെയുള്ള ആൾക്കാർക്കും ഈ കിണറിലെ വെള്ളം മഹാന്റെ തലക്കും ഭാഗത്തുള്ള കിണറാണ്. അത് ഔഷധ അത്രയും കാരണം ഹൈ പവറുള്ള സാധനമാണ്. എന്ത് രോഗത്തിനും ഏത് കാര്യത്തിനും നല്ല നീയത്തോടു കൂടി അത് കഴിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒന്ന് എടുത്തിട്ട് തലക്കുമ്പാത്ത് ഒന്ന് വെച്ചാൽ വെള്ളം എടുത്തിട്ട് ഏതിലെ കൊണ്ടുവന്നിച്ചാൽ അതൊന്ന് തലക്കുമ്പാത്ത് വെച്ചിട്ട് അതെടുത്തിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരത് ഉപയോഗിച്ച് കണ്ണിൻ്റെ കാഴ്ച മുതൽ കണ്ണിൻ്റെ കാഴ്ചക്കെല്ലാം ഡോക്ടർമാർ പിന്നെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പല പ്രാവശ്യം പറഞ്ഞിട്ട് അത് ഈ മഹാൻ്റെ വെള്ളം എടുത്തിട്ട് ഉപയോഗിച്ചിട്ട് അതിന് ശേഷം അവർക്ക് ആ ഓപ്പറേഷൻ്റെ ആവശ്യം വരുന്നില്ല. വളരെ വയസ്സുള്ള ആൾക്കാരാണ്. അയാൾ ഇപ്പോഴും വന്നിട്ട് ഇപ്പോഴും കൊണ്ടെടുക്കുന്നു. 70-75 വയസ്സ് പ്രായമുള്ള ആൾക്കാർ. അപ്പോഴത്തെ ഹാദറത്തിൽ എല്ലാ നിലയിലും ഇപ്പൊ ഈ ഇലയെ സംബന്ധിച്ച് പറയുന്നുണ്ടെങ്കിൽ ഇല പാപ്പാന്റെ തലക്കൊമ്പാത്ത് നിന്ന് തലച്ചോറിന്റെ അവിടുന്ന് വരുന്നതാണ്. ഈ ഇല കൊണ്ടുപോയിട്ട് ഭക്ഷിച്ചിട്ട് അതിന് ശിഫ. ഈ ഇലകളെല്ലാം ഇത് ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. കൊണ്ടുപോകാന്നാണ് ചിലപ്പോ 2, 3, 4, 5 അവരോട് ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പൊ അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരിങ്ങനെ ഇതാക്കും. പിന്നെ കണ്ടമാനം പറിച്ചുകൊണ്ട് പോകുന്ന ചില ഗുണമുള്ള കാര്യമൊന്നുമല്ല. ചിലപ്പോ 1-2 അതിലായിരിക്കും അതിന്റെ ഫലം രോഗം, നമുക്ക് വയറ്റിലെ അസുഖം അല്ല വേറെ എന്തെങ്കിലും അസുഖം. അപ്പൊ അതിന് ഉപ്പാപ്പാന്റെ ആ ഈ പൊരുത്തത്തിന് വേണ്ടിയിട്ട് 1-2 പറിച്ച് അതിങ്ങനെ തിന്നുകയോ പിടിക്കുകയോ ചെയ്ത് അങ്ങനെ ആ നിലയിലെ കൂടി ഉപയോഗപ്പെടുത്തുന്നതിന് കുഴപ്പങ്ങളൊന്നുമില്ല. ഇവിടുത്തെ ഒരുപാട് ആൾക്കാർ എത്തുന്നുണ്ട്. അത് അവർക്ക് അതിന്റെ ഫലം കിട്ടുന്നുണ്ട്. ധാരാളം. അതായത് എത്രയോ വാഹനങ്ങൾ കേരളത്തിൽ അങ്ങേ തലവ തിരുവനന്തപുരം മുതൽ ഇങ്ങോട്ട് ഇത് അറിയപ്പെടുന്ന മന്ന അതാ തളിപ്പറമ്പ് മന്ന മക്കാം, മന്ന വലിയാനി മക്കാം, തളിപ്പറമ്പ് വലിയാനി മക്കാം, മന്ന വലിയാനി മക്കാം. മന്ന എന്നാണ് ഈ പ്രദേശത്തിന്റെ പേര്. വലിയാനി മക്കാം എന്നറിയില്ല. നമ്മളിപ്പോ ഇവിടെ ഏകദേശം എന്റെ അഭിപ്രായത്തിൽ ഒരു 52-53 വർഷമായി ഞാൻ ഇവിടെ എപ്പോഴും മഹാന്. ഞാൻ എരുമാട് സൂഫി സയ്യിദ്. നിങ്ങളെ പേര്? എൻ്റെ പേര് മഹ്മൂദ് എന്നല്ലേ? നിങ്ങളെ സ്ഥലം തന്നെ? ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അപ്പുറമാണ് താമസം. അപ്പൊ അന്നേരം മുതൽ മഹാന്റെ അടുത്ത് എപ്പോഴും നമ്മൾ വരും. മഹാന്റെ ധാരാളം അനുഭവങ്ങൾ നമ്മൾക്കുണ്ട് എല്ലാ നിലയിലും. ഏത് ആഗ്രഹം ഉദ്ദേശവും അക്കാര്യമൊക്കെ മഹാൻ ഹാസിലാക്കി തരുന്നു. നമ്മുടെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് പല വിഷയം. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദ്വാരക്ക് നമ്മൾ നന്നാൻ നമ്മൾ വളരെ മോശക്കാരനാണ്.
അപ്പൊ നന്നാണ് അതിനു വേണ്ടി ദ്വാരക്കാം. മഹാന്മാരുടെ ഹദറത്തിലേക്ക് നിങ്ങളൊക്കെ എത്തൂലേ? ഈ എളിയവനായ എന്നറിയാതെ നാടനായ എനിക്ക് വേണ്ടിയിട്ട് നന്നാകാൻ വേണ്ടിയിട്ട് എടുത്തേക്ക് ഇവിടെ ദുനിയാക്ക് അപ്പോക്കാരനല്ലല്ലോ, അതിനാസൊന്നുമില്ല. കാരണം എങ്ങനെയാലും റിസ്ക് തരാൻ റബ്ബ് കണക്കാക്കിയില്ല, റിസ്ക് എന്തായാലും കിട്ടും. ഓൻ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ ജാതിക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ട്. പിന്നെ